വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ചും 1932 നിലവിൽ വന്ന കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചുമാണ്. അപ്പൊ ആദ്യം കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ച് പഠിക്കുകയാണ്. എന്താണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയില് പിന്നോക്ക സമുദായങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരത്തെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യയില് പിന്നോക്ക സമുദായത്തിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടുവരാണ്? പ്രത്യേകമായിട്ട് നിയോജക മണ്ഡലങ്ങൾ കൊണ്ടുവരികയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ പരിഷ്കാരത്തെയാണ് എന്ത് വിളിക്കുന്നത്? കമ്മ്യൂണൽ അവാർഡ് എന്ന് വിളിക്കുന്നത്. ഈ കമ്മ്യൂണൽ അവാർഡ് ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ആണ്. അപ്പൊ ആരാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? റാംസെ മക്ഡൊണാൾഡ് ആണ്. എന്നാണ് റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്? 1932 ഓഗസ്റ്റ് 16-നാണ്. 1932 ഓഗസ്റ്റ് 16-ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് ഇന്ത്യയില് പിന്നോക്ക സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. ഇതിനെയാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് വിളിക്കുന്നത്. ഈ കമ്മ്യൂണൽ അവാർഡ് ആർക്ക് ഇഷ്ടായില്ല? ഗാന്ധിജിക്ക് ഇഷ്ടായില്ല. അപ്പോ അദ്ദേഹം ഒരു നിരാഹാരമൊക്കെ അല്ലെങ്കിൽ സത്യാഗ്രഹമൊക്കെ നടത്തുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കമ്മ്യൂണൽ അവാർഡിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്നൊന്ന് ഓർത്തു വെക്കണം. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ? ഒന്ന്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് 71 സീറ്റ് അനുവദിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്ക് 71 സീറ്റ് ഉണ്ട്. കൂടാതെ മുസ്ലിങ്ങൾക്ക് നിയമസഭകളിൽ ഉള്ളത് കൂടാതെ പ്രത്യേക സമ്മതിദാന അവകാശം അനുവദിക്കുക. അപ്പൊ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് 71 സീറ്റ്, മുസ്ലിം വിഭാഗത്തിലുള്ളവർക്ക് നിയമസഭകളിൽ ഉള്ളത് കൂടാതെ പ്രത്യേക സമ്മതിദാനാവകാശം കൂടി കൊടുക്കാം. അടുത്തത്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്രങ്ങളിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിശ്ചിത ശതമാനം അംഗത്വവും അനുവദിക്കുക. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണൽ അവാർഡിൽ. അപ്പൊ എന്താണ് കമ്മ്യൂണൽ അവാർഡിലെ പ്രത്യേക നിർദ്ദേശങ്ങൾ? ഒന്ന്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളുണ്ട്. കൂടാതെ കേന്ദ്രത്തിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിശ്ചിത ശതമാനം അംഗത്വം ഉണ്ട്. കൂടാതെ മുസ്ലിങ്ങൾക്ക് നിയമസഭകളിൽ ഉള്ളതുപോലെ തന്നെ പ്രത്യേക സമ്മതിദാന അവകാശവും അനുവദിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്ക് 71 സീറ്റ് അനുവദിക്കുക. ഇതൊക്കെയാണ്. അപ്പോ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം മുസ്ലിങ്ങള്, സിഖുകാര്, പട്ടികജാതിക്കാര്, യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ കൊണ്ടുവരികയാണ്. അതാണ് പറയണേ. അപ്പോ ഇത് ഗാന്ധിജിക്ക് ഇഷ്ടായില്ല. അദ്ദേഹം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്? മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോവാന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ നിരാഹാരം, ഈ കമ്മ്യൂണൽ അവാർഡിന് എതിരെ ഗാന്ധിജി നിരാഹാരം ഇരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിലെ യർവാദ ജയിലിലാണ് അദ്ദേഹം നിരാഹാരം ഇരിക്കാനായിട്ട് പോയത്, അല്ലെങ്കിൽ നിരാഹാരം ഇരുന്നത്. എവിടെയാണ് ഇരുന്നത്? യർവാദ ജയിലിലാണ് കേട്ടോ. ഇനി അടുത്തത്, അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായത് ഒരു ഉടമ്പടി മുഖാന്തരമാണ്. ഒന്ന്, അംബേദ്കറും അടുത്തത് ഗാന്ധിജിയുടെ പ്രതിനിധിയായ മദൻ മോഹൻ മാളവ്യയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാവുകയാണ് 1932 സെപ്റ്റംബർ 24-ന്. ഈ ഉടമ്പടിയെ പൂനെ ഉടമ്പടി എന്ന് വിളിക്കുന്നു. അപ്പൊ പൂനെ ഉടമ്പടിയാണ് കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി പൂനെ ഉടമ്പടി. പൂനെ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1932 സെപ്റ്റംബർ 24. പൂനെ കരാറിൽ അല്ലെങ്കിൽ പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തികൾ അംബേദ്കറും മദൻ മോഹൻ മാളവ്യയും. മദൻ മോഹൻ മാളവ്യ ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ട് ഗാന്ധിജിക്ക് പകരം ഒപ്പുവെച്ച ആളാണ്. അംബേദ്കറും മദൻ മോഹൻ മാളവ്യയും തമ്മിൽ കേട്ടോ. ഇനി പൂനെ കരാറിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 71 സീറ്റ് എന്ന്. ആ 71 സീറ്റിന് പകരം 148 സീറ്റുകൾ അധസ്ഥിതർക്ക് നീക്കിവെക്കുക. അതാണ് ഒന്നാമത്തെ. അതായത് പൂനെ കരാറിലെ പ്രധാനമായിട്ടുണ്ടായിരുന്ന വ്യവസ്ഥകൾ 71 സീറ്റിന് പകരം 148 സീറ്റുകൾ അധസ്ഥിത വിഭാഗക്കാർക്ക് നീട്ടിവെക്കുക. ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയില് 20% സീറ്റ് കൊടുക്കണം. ഹരിജനങ്ങൾക്ക് 20% സീറ്റ് കൊടുക്കണം. പൊതുവായിട്ടുള്ള മണ്ഡലങ്ങൾ, ജനറൽ ആയിട്ടുള്ള
മണ്ഡലങ്ങൾ ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അധസ്ഥിത അംഗങ്ങളെ ഏക സമ്മതിദാന അവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുക. അധസ്ഥിത അംഗങ്ങളെ ഏക സമ്മതിദാന അവകാശത്തിലൂടെ തെരഞ്ഞെടുക്കുക. ഹരിജനങ്ങളുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുക. ഹരിജനങ്ങൾക്ക് അവർക്ക് സാക്ഷരത കൊടുക്കാനായിട്ട് പ്രത്യേക സാമ്പത്തിക സഹായമൊക്കെ നൽകണം. ഹരിജനങ്ങൾക്ക് പൊതുസേവനത്തിനും പ്രാദേശിക ഭരണസമിതികളിലും മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. ഇതൊക്കെയായിരുന്നു പൂനെ കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ സാധാരണ ഉണ്ടായിരുന്ന ജനറൽ ആയിട്ട് ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ അതുപോലെ തന്നെ തുടരുക. 71 സീറ്റിന് പകരം 148 സീറ്റ് കൊടുക്കുക. ഹരിജനങ്ങൾക്ക് സെൻട്രൽ കേന്ദ്ര നിയമസഭയിലേക്ക് 20% സീറ്റ് സംവരണം ചെയ്യുക. ഈ ഹരിജനങ്ങൾക്ക് തന്നെ സാക്ഷരതാ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുക. ഹരിജനങ്ങൾക്ക് പൊതുസേവനങ്ങളിലും പ്രാദേശിക സമിതികളിലൊക്കെ ഭരണസമിതികളിലൊക്കെ മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നൊക്കെ പറഞ്ഞ് അംബേദ്കറും മദൻ മോഹൻ മാളവിയും തമ്മില് ഒരു കരാർ ഒപ്പുവയ്ക്കുകയാണ്. പൂനെ കരാർ അല്ലെങ്കിൽ പൂനെ ഉടമ്പടി എന്ന പേര് 1932 സെപ്റ്റംബർ 24 അതോടുകൂടി കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞില്ലേ? ഇത്രയാണ് കമ്മ്യൂണൽ അവാർഡ്. ഇനി അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ച് എപ്പോ പറയുമ്പോഴും ഞാൻ ഏത് നേരവും, അതായത് ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏത് ആക്ടിനോടാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അല്ലേ? അത് നമ്മൾ ഇപ്പോഴും പറയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോട്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം എന്താ ഉണ്ടായേ? പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ്. ഒന്ന്, പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ദ്വിഭരണം അവസാനിച്ചു. അടുത്തത്, ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. ഈ 2 കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലെങ്കിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യക്ക് ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് ഇന്ത്യക്ക് വ്യവസ്ഥ ചെയ്ത ഈ ആക്ടിന്റെ മുഖ്യ ആർക്കിടെക്ട് ആരാണ് അല്ലെങ്കിൽ ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ സാമുവൽ ഹോർ ആണ്. ആരാണ്? സർ സാമുവൽ ഹോർ. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി എന്നോ ആർക്കിടെക്ട് എന്നോ ഒക്കെ നമുക്ക് പറയാം. അദ്ദേഹമാണ് അതിന്റെ സൂത്രധാരൻ എന്ന് നമുക്ക് പറയാം. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ചാർട്ടർ ഓഫ് സ്ലേവറി, അതായത് എന്താണ്, അടിമത്തത്തിന്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ചാർട്ടർ ഓഫ് സ്ലേവറി എന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരാ വിശേഷിപ്പിച്ച്? ജവഹർലാൽ നെഹ്റു. കൂടാതെ ഈ നിയമത്തെ ശക്തമായ ബ്രേക്കുകൾ ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്നും ആര് വിശേഷിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുകയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു ചാർട്ടർ ഓഫ് സ്ലേവറി ആണ്, പ്ലസ് ഇത് ശക്തമായിട്ടുള്ള ബ്രേക്ക് ഉള്ളതാണ്, പക്ഷെ ഇതിന് എന്തില്ല? എഞ്ചിൻ ഇല്ല. അങ്ങനെയുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ നമ്മൾ സർ സാമുവൽ ഹോർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി എന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് 1935 പാസ്സാക്കുകയാണ്. ആ പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പാസ്സാക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് വെല്ലിംഗ്ടൺ പ്രഭു ആണെങ്കിൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇന്ത്യയിൽ നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് എപ്പോഴാണ്? 1937 ആ സമയത്ത് വൈസ്രോയ് ലിൻ ലിത്ഗോ പ്രഭു ആണ്. 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ആരാണ്? വൈസ്രോയ് ലിൻ ലിത്ഗോ പ്രഭുവാണ് എന്താന്ന് പറയുന്നത്, നമ്മുടെ വൈസ്രോയ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത്, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ത് കൊടുത്തു എന്നാ പറഞ്ഞത്? നമ്മൾ ആദ്യം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ എന്താ പറയുന്നത്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1937 നിലവിൽ വന്ന് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം
പ്രകാരം ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പും നടന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രാബല്യത്തിൽ വന്ന 1937 ആ 37 ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിന് ആകെയുള്ള 9 സംസ്ഥാനങ്ങളിൽ 7 ഭൂരിപക്ഷവും ലഭിച്ചു. കോൺഗ്രസിന് ആകെയുള്ള 9 സംസ്ഥാനങ്ങളിൽ 7 എന്ത് ലഭിച്ചു? ഭൂരിപക്ഷവും ലഭിച്ചു. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്തു. അതായത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിച്ചു. ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് തുടക്കം കുറിച്ചു. 37 ആദ്യമായിട്ട് ഇതനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അങ്ങനെ കോൺഗ്രസിന് 9 സംസ്ഥാനങ്ങളിൽ 7 ഭൂരിപക്ഷം ലഭിച്ചു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏറ്റവും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. കൂടാതെ ഈ നിയമത്തെ ശക്തമായ ബ്രേക്കുകളുള്ളതും എന്നാൽ എഞ്ചിനില്ലാത്തതുമായ യന്ത്രമെന്നും അതുപോലെ തന്നെ അടിമത്തത്തിന്റെ പ്രമാണപത്രം അഥവാ ചാർട്ടർ ഓഫ് സ്ലേവറി എന്നും ആര് വിശേഷിപ്പിച്ചു? ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുന്നു. ഇത്തരം ഒരു പ്രവിശ്യകളിൽ വിഭരണം കൊണ്ടുവരിക, ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഇത്തരം നല്ല ഒരു ആക്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കിയത് അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ട് സർ സാമുവൽ ഹോർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കമ്മ്യൂണൽ അവാർഡ് 1932, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന 2 ടോപ്പിക്കുകളാണ്. അപ്പൊ 2-3 ദിവസത്തോടു കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി നമ്മുടെ ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ സ്വാതന്ത്ര്യം വരെയുള്ള ഒരു 1947 വരെയുള്ള കാലഘട്ടം നമ്മുടെ തീരും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.